ഫൈനൈറ്റ് ഫീൽഡ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എഫ് എന്നുള്ള ഒരു ഫീൽഡ്, എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇ എന്നുള്ള ഫീൽഡ്. ഈ ഇയെ എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇ ഓവർ എഫ് എന്താവണം? ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആവണം. ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ n ആവണം. ഈനെ ഒരു വെക്ടർ സ്പേസ് ആയി പരിഗണിച്ചാൽ അതിന്റെ ബേസിസിൽ n ആൾക്കാർ ഉണ്ടാവണം. അപ്പൊ അതിന്റെ ബേസിസിൽ ആരൊക്കെ ഉണ്ടാവുക? ആൽഫ 1 ഉണ്ടാവും, ആൽഫ 2 ഉണ്ടാവും, എക്സെട്ര ആൽഫ n ഉണ്ടാവും. ശരിയല്ലേ? ആരുടെ ബേസിസിൽ? ഇയുടെ ബേസിസിൽ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n ആൾക്കാരുണ്ടാവും. ആരുടെ ബേസിസിൽ? ഇന്റെ ബേസിസിൽ. ഓക്കെ, ഇന്റെ ബേസിസ് ഓവർ എവിടെയാ? ഓവർ എഫ്. അപ്പോ ഈത്തെ ഒരു എലമെന്റ് ആൽഫ ബിലോങ്സ് ടു ഇ എന്ന് എടുക്കുകയാണെങ്കിൽ ആ ആൽഫനെ C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര Cn ആൽഫ എന്ന് എഴുതണം. വേർ Ci ബിലോങ്സ് ടു എവിടെയാ? ഓവർ എഫ് ആയതുകൊണ്ട് Ci ബിലോങ്സ് ടു എഫ് ആവണം. ഇത് ഫൈനൈറ്റ് ഫീൽഡ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച വേറൊന്നാണ് എഫ് എന്നുള്ളൊരു ഫീൽഡ്. എഫിന്റെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ്. സിമ്പിൾ എക്സ്റ്റൻഷൻ. എഫിന്റെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരുന്നു എഫ് ഓഫ് ആൽഫ. ഈ എഫ് ഓഫ് ആൽഫ ഓവർ എഫിന്റെ ഡയമെൻഷൻ n എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്തായാൽ മതി? n ആയാൽ മതി. ഇങ്ങനെ ആവുമ്പോഴല്ലേ നമ്മൾ എഫ് ഓഫ് ആൽഫ ഓവർ എഫ് ഈക്വൽ ടു എന്ന് പറയാം. അഥവാ ഈ സമയത്ത് എഫ് ഓഫ് ആൽഫന്റെ ബേസിസിൽ ആരൊക്കെ ഉണ്ടാവുക? n എലമെന്റ്സ് ഉണ്ടാവും. ആ n എലമെന്റ്സ് ഇതേപോലെ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്ന് എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ എടുക്കുന്നത്. എത്രയോ നല്ലതെന്നല്ല, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. 1 ആൽഫ, ആൽഫ സ്ക്വയർ, എക്സെട്ര ആൽഫ റൈസ് ടു n മൈനസ് 1. ഇതാണ് ആര് ബേസിൽ ഉണ്ടാവുക? ബേസിസ് ഓഫ് എഫ് ഓഫ് ആൽഫ ആയിട്ട് വരിക. അങ്ങനെയെങ്കിൽ ഈ ഓവർ എവിടെയാ? ഓവർ എഫ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ആൽഫയിലെ ഒരു മെമ്പർ ബീറ്റ് ഉണ്ടെങ്കിൽ ആ ബീറ്റിനെ ഫോർമാറ്റിൽ എഴുതുക. C1 into 1 പ്ലസ് C2 into ആൽഫ പ്ലസ് എക്സെട്ര Cn മൈനസ് 1 ആൽഫ റൈസ് ടു n മൈനസ് 1. സോറി, അങ്ങനെ എഴുതണ്ട. C0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി വൃത്തിക്ക് മനസ്സിലാവുക. C0 പ്ലസ് C1 ആൽഫ പ്ലസ് C2 ആൽഫ സ്ക്വയർ എക്സെട്ര പ്ലസ് Cn മൈനസ് 1 ആൽഫ റൈസ് ടു n മൈനസ് 1. ഈ ഒരു ഫോർമാറ്റ് എഴുതാൻ പറ്റും. വേർ Ci ബിലോങ്സ് ടു എഫ്. അപ്പോൾ രണ്ട് കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫൈനൈറ്റ് ഫീൽഡ് എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ എങ്ങനെ അതിന്റെ ബേസിസ് എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n. നേരെ മറിച്ച് സിമ്പിൾ ഫീൽഡ് ആണെങ്കിൽ അതിന്റെ ബേസിസ് എങ്ങനെ എടുക്കണം? 1 ആൽഫ, ആൽഫ സ്ക്വയർ, എക്സെട്ര ആൽഫ റൈസ് ടു n മൈനസ് 1. ഫസ്റ്റ് തിയറം. E be a finite extension of degree n of a finite field f. Of a finite field f. Finite extension field f. If f has q element, then E has q raised to n elements. Proof. Fല് അവർ പറഞ്ഞിട്ടുണ്ട് എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. അങ്ങനെയെങ്കിൽ എഫില് എത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ? എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒരു പ്രത്യേകം പറഞ്ഞിരിക്കണു എഫിൽ എത്ര എലമെന്റ്സ് ഉള്ളൂ? q എലമെന്റ്സ്. അപ്പൊ ഇവിടെ എത്ര എലമെന്റ്സ് ഉള്ളത് അറിയോ? 1, 2, 3 എക്സെട്ര. ഇവിടെ മൊത്തം q എലമെന്റ്സ് മാത്രമാണ് അവിടെ ഉള്ളത്, എഫിലുള്ളത്. മാത്രമല്ല അപ്പൊ എഫിൽ മൊത്തം q എലമെന്റ്സ് അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. A1, A2, A3 എക്സെട്ര AQ എലമെന്റ്സ് ആണ് എഫിലുള്ളത്. മാത്രമല്ല ഇ എന്നുള്ളത് ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. അപ്പൊ ഇയില് ഇ ഓവർ എഫ് എന്താവണം? ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ n ആവണം. ഇ ഓവർ എഫ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. അഥവാ ഇ എന്നുള്ളത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. അഥവാ ഇ ഓവർ എഫ് എന്താവണം? ഇസ് ഈക്വൽ ടു ഫൈനൈറ്റ് ആവണം. ഓക്കെ, ഇവർ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി n ആണ് പറഞ്ഞിട്ടുണ്ട്. therefore that is equal to n. ഇനി ഇ ഓവർ എഫ് ഇസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് basis of E over F contains n elements. ശരിയല്ലേ? n elements ഉണ്ടാവണം. അപ്പൊ ഞാൻ ബേസിസ് ആയിട്ട് ആരെടുക്കാൻ പോകുക അറിയോ? ബേസിസ് ഈക്വൽ ടു ബേസിസ് ഓഫ് E ഈസ് ഇവിടെ ഈക്വൽ ടു ഇടാൻ പാടില്ല. അപ്പൊ E ഈക്വൽ ടു നടത്താൻ വരും. അപ്പൊ ബേസിസ് ഓഫ് E ഈക്വൽ ടു അല്ലേ? ആ ബേസിസ് ഓഫ് E ഈസ് എഴുതിയാൽ മതി. ഈസ് ആരൊക്കെയാ?
നമുക്ക് ലെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആണെന്ന് വിചാരിച്ചു. ബേസിസ് ഓഫ് ഇ ഈസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. എവിടുന്ന് n എലിമെന്റ്സ് കിട്ടിയത്? ഇത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇ ഓവർ എഫ് ഇസ് ഈക്വൽ ടു n ആണെന്ന്. അങ്ങനെയെങ്കിൽ ഇനി ഈത്തെ ഏത് എലമെന്റ് ആൽഫ എടുത്താലും ആ ആൽഫന്റെ ഫോർമാറ്റ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര Cn ആൽഫ n ഫോർമാറ്റ് അല്ലേ ഉണ്ടാവുക. ഈയിലുള്ള ഏത് എലമെന്റ് ആൽഫ എടുത്താലും ആ ആൽഫന്റെ ഫോർമാറ്റ് ഇങ്ങനല്ലേ, വേർ Ci ബിലോങ്സ് ടു എഫ്. എങ്ങനെ Ci ബിലോങ്സ് ടു എഫ് ആണെന്ന് മനസ്സിലായി? ഇ ഓവർ എഫ് ആണ് n. അപ്പൊ കോയിഫിഷ്യന്റ് ഒക്കെ എടുക്കേണ്ട എവിടുന്ന? ഓവർ എഫ് എന്നാണ്. അപ്പൊ Ci ബിലോങ്സ് ടു എഫ്. അപ്പോ ഈ ആൽഫ 1ഉം ആൽഫ 2 ഒക്കെ ഫിക്സഡ് ആണ്. ഈ കോയിഫിഷ്യന്റ് എന്ത് വേണമെങ്കിലും ആവാം. ഓരോ കോയിഫിഷ്യന്റ് ഈ പെർട്ടിക്കുലർ ആൽഫക്ക് പെർട്ടിക്കുലർ കോയിഫിഷ്യന്റ് ഉണ്ടാവുക. ഇനി ആ സിഐകൾ ഇങ്ങനെ മാറുമ്പോൾ ആൽഫ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ C1ന് എത്ര പോസിബിലിറ്റി ഉണ്ട്? C1 എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു എഫ് അല്ലേ. എഫിൽ എത്ര ആൾക്കാരുണ്ട്? എഫിൽ 1 2 3 4 എക്സെട്ര Q ആൾക്കാരുണ്ട്. Therefore ഈ C1ന് Q പോസിബിലിറ്റി ഉണ്ട്. ഈ C2 എഫ് ആര് വേണമെങ്കിലും ആവാം. എഫിൽ Q മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെയും Q പോസിബിലിറ്റി ഉണ്ട്, എക്സെട്ര ഇവിടെയും Q പോസിബിലിറ്റി ഉണ്ട്. Therefore ആൽഫ ഹാസ് എത്ര പോസിബിലിറ്റിയാ? Q റൈസ് ടു n പോസിബിലിറ്റി. Therefore ഈ കണ്ടെയ്ൻ Q റൈസ് ടു n elements. ഈ കണ്ടെയ്ൻ Q റൈസ് ടു n elements. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ചില കോമ്പിനേഷൻസിൽ, അപ്പോ ഫോർ എക്സാമ്പിൾ ഈ C1ഉം C2നൊക്കെ ചില നമ്പർ കൊടുക്കുമ്പോഴും അതേപോലെ C1ഉം C2നും വേറെ നമ്പർ കൊടുക്കുമ്പോഴും ഈ ഒരു സമ്മും ആ ഒരു സമ്മും സെയിം ആവാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും സെയിം ആവില്ല. കാരണം എന്താ അറിയോ? ഒരു എലമെന്റിന്റെ റെപ്രസെന്റേഷൻ വിത്ത് ദ ബേസിസ് ഈസ് യുണീക്ക് ആണ്. ഒരു എലമെന്റിന്റെ റെപ്രസെന്റേഷൻ യുണീക്ക് ആണ്. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഒരു നമ്പറിന് എഴുതിയാൽ വേറെ ഒരു ഫോർമാറ്റിലും ഇതേ നമ്പർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ആയതുകൊണ്ട് ഓരോ ആ കോമ്പിനേഷനും ഡിഫറെന്റ് ആണ്. മൊത്തം നമുക്ക് എത്ര കോമ്പിനേഷൻ കിട്ടും? ഇവിടെ Q പോസിബിലിറ്റി, Q പോസിബിലിറ്റി, Q പോസിബിലിറ്റി, മൊത്തം Q റൈസ് ടു n പോസിബിലിറ്റി ഉണ്ടാവും. Therefore E has Q റൈസ് ടു n elements. Okay. Next one, corollary. Corollary. If E is a finite field of characteristic P, then E contains exactly P raised to n elements for some n. N belongs to capital N. If E is a field of CHP, then E contain exactly P raised to n for some n. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു ഫീൽഡ് രണ്ട് രൂപത്തിലാണ് ആവുക. ഒന്നില്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് P ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് P ആണെങ്കിൽ ആ ഫീൽഡിന്റെ ഉള്ളിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടാവും. ആ സബ് ഫീൽഡ് ZP ആയിട്ട് ഐസമോർഫിക് ആയിരിക്കും. വൺസ് മോർ, ഒരു ഫീൽഡ് ആ ഫീൽഡ് രണ്ട് രൂപത്തിലുണ്ടാവാം. ഒന്നില്ലെങ്കിൽ ആ ഫീൽഡിന്റെ CH P ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫീൽഡിന്റെ CH 0 ആയിരിക്കും. CH P ആണെങ്കിൽ ഈ F എന്നുള്ള ഫീൽഡിന്റെ ഉള്ളില്, ഇതിങ്ങനെ F എന്നുള്ള ഫീൽഡ് ആണെങ്കിൽ അതിനുള്ളില് ആരുണ്ടാവും? ZP എന്നുള്ള ഒരു ഫീൽഡിനോട് വേണ്ട, അതിനുള്ളില് ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് ഐസമോർഫിക് ടു ആരായിരിക്കും? ZP ആയിരിക്കും. ഇത് ZP, ഇതിന്റെ സബ് ഫീൽഡ്. ഈ ഫീൽഡ് പറഞ്ഞാൽ ഈ ഫീൽഡിന്റെ ഉള്ളിൽ ഒരു ഫീൽഡ് ഉണ്ടാവും. അത് ഐസമോർഫിക് ടു ZP ആയിരിക്കും. അഥവാ ഇത് ആരെന്നെ? ZP ആണെന്ന് അർത്ഥം. ഐസമോർഫിക് ആണെന്ന് പറഞ്ഞ അർത്ഥം ഏകദേശം ഒന്ന് എന്നല്ലേ. അപ്പൊ ഇത് ഐസമോർഫിക് ടു ZP ആണെന്ന് അർത്ഥം. നേരെ മറിച്ച് ആ ഫീൽഡ് അതിന്റെ CH 0 ആണെന്ന് വിചാരിക്ക്. CH 0 ആണെങ്കിൽ ഈ ഫീൽഡിന്റെ ഉള്ളില് നമുക്ക് ക്യൂനോട് ഐസമോർഫിക് ആയി, ഇത് ക്യൂനോട് ഐസമോർഫിക് ആയിട്ട്, അപ്പൊ ഇത് Q തന്നെ കേട്ടോ, ക്യൂനോട് ഐസമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇപ്പോ ഇവര് പറഞ്ഞത് E എന്നുള്ള ഫീൽഡ് അതിന്റെ CH P ആണ്. അപ്പൊ E എന്നുള്ള ഒരു ഫീൽഡ്, ആ E എന്നുള്ള ഫീൽഡ് ഞാൻ അവിടെ ഇങ്ങനെ വേറെ ഇങ്കോണ്ട് വരക്കാം. പ്രൂഫ്: E is a
ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് CHP. അപ്പോൾ ഇവിടെ E എന്നുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ CH ഇതേപോലെ P ആണ്. അങ്ങനെയെങ്കിൽ ആ Eയുടെ ഉള്ളിൽ ആരുണ്ടാവണം? ZP യോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ഉണ്ടാവണം. Therefore, there exists a subfield isomorphic to ZP. ഐസോമോർഫിക് ടു ZP. അത് ആരായിട്ട് തന്നെ പരിഗണിക്കാം? ZP ആയിട്ട് തന്നെ പരിഗണിക്കാം. ഇപ്പൊ എന്താ ഉണ്ടായിന്ന് അറിയോ? അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ZPയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് E എന്ന് പറഞ്ഞൂടെ? ZPനേക്കാൾ വലുതാണ് E. ZPയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് E എന്ന് പറഞ്ഞൂടെ? പറയാം. മാത്രല്ല ZPയുടെ എക്സ്റ്റൻഷൻ ആണ് E എന്ന് മാത്രല്ല, E ഓവർ ZP ഫൈനൈറ്റ് ആണ്. E ഓവർ ZP ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. എന്താ കാരണം? ഈനെ ഒരു വെക്ടർ സ്പേസ് ആയി പരിഗണിച്ചാൽ അതിന്റെ ബേസിസിൽ കുറച്ച് ആൾക്കാരല്ലേ കാണുള്ളൂ, ഫൈനൈറ്റ് ആൾക്കാരല്ലേ കാണുള്ളൂ. എന്തുകൊണ്ടാ? ഈലന്നെ ആകെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബേസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ ഉറപ്പായിട്ടുണ്ടാവില്ല. Therefore, E എന്നുള്ളത് ZPന്റെ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട്, E ഓവർ ZP ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് E ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് F എന്ന് പറയാം. ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എഫിന്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് E എന്ന് പറഞ്ഞാൽ E ഫൈനൈറ്റ് ആണെന്നല്ല അർത്ഥം. E ഓവർ F ഡയമെൻഷൻ ഫൈനൈറ്റ് ആണ്, അതാണ് അർത്ഥം. എഫിന്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് E എന്ന് പറഞ്ഞാൽ അർത്ഥം E ഓവർ F ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും, അല്ലാതെ E ഒരു ഫൈനൈറ്റ് ആണെന്നല്ല. ഇനി ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ അർത്ഥം E ഫൈനൈറ്റ് ആണ്. ഈലാകെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. വ്യത്യാസം മനസ്സിലാക്കണം. എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് E എന്ന് വിളിക്കണമെങ്കിൽ E ഓവർ F ഫൈനൈറ്റ് ആവണം. ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരുണ്ടാവണം. ഇനി വെറുതെ ഒരു ഫൈനൈറ്റ് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ ഈല് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരേ ഉള്ളൂ. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിസിലാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കേട്ടോ. ആ കാര്യം വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ എന്താ കിട്ടി? ഇപ്പൊ കിട്ടിയത് ഇങ്ങനെ E എന്നുള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ് എടുത്തു, അതിന് CHP ആണ്. അപ്പൊ അതിനുള്ളിൽ ZP ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ZPന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് E. ഈല് ഓൾറെഡി ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരേ ഉള്ളൂ ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ബേസിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. Therefore, E ഓവർ ZP ഫൈനൈറ്റ് ഫീൽഡ് ആണ്. Therefore, E ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ZP. ഓക്കെ, ഇനി ഞാൻ എന്താ വിചാരിക്കാൻ പോകുന്നത് അറിയോ? ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ ഇസ് ഈക്വൽ ടു n ആണെന്ന് വിചാരിക്കും. ZPയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ZP have P elements. ZP have P elements. അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ തിയറം പറയുന്നത് E എന്നുള്ളത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ്. Fൽ Q എലമെന്റ്സ് ആണെങ്കിൽ E ഹാസ് Q റൈസ് ടു n എലമെന്റ്സ്, ഡിഗ്രി n ആണെങ്കിൽ കേട്ടോ. അപ്പൊ അതേപോലെയാണെങ്കിൽ നോക്കൂ, E എന്നുള്ളത് ഡിഗ്രി n ആയിട്ടുള്ള ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. ZPയിൽ P എലമെന്റ്സ് ഉണ്ട്. Therefore, E contains P റൈസ് ടു n എലമെന്റ്സ്. തൊട്ട് മുമ്പ് Q റൈസ് ടു n എലമെന്റ്സ് എന്ന് പറഞ്ഞ പോലെ P റൈസ് ടു n എലമെന്റ്സ് എന്ന് പറയാം. Where n belongs to n. Next one, theorem. Let E be a field of P raised to n elements contained in algebraic closure ZP closure of ZP. Then the elements are precisely the zeros in ZP closure of the polynomial x raised to P raised to n minus x belongs to ZP of x. Proof. E എന്നുള്ള ഒരു ഫീൽഡ്, ആ ഫീൽഡിൽ മൊത്തം P റൈസ് ടു n എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രൂഫിന് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ആ ഇയില് P റൈസ് ടു n എലമെന്റ് ആണെങ്കിൽ ഉറപ്പിച്ചോ E എന്നുള്ളത് ഒരു ഫീൽഡാണ്, അതിന്റെ C ക്യാരക്ടറിസ്റ്റിക് P ആണ്.
ഒരു ഫീൽഡിൽ p⁻n എലമെന്റ്സ് ആണുള്ളതെങ്കിൽ ആ ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് p ആയിരിക്കും. ഉറപ്പായിട്ടും p ആയിരിക്കും. അതുപോലെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ വേറൊരു കാര്യം, ഒരു ഫീൽഡിന്റെ CH 0 ആണെങ്കിൽ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. ആ ഫീൽഡിൽ ഒരുപാട് എലമെന്റ്സ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. പക്ഷേ ആ ഫീൽഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ആ ഫീൽഡിന്റെ CH 0 ആണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ഒരു കാര്യം ഉറപ്പിക്കാം, CH 0 ആണെങ്കിൽ ആ ഫീൽഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ആ ഫീൽഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ CH 0 ആണെന്ന് പറയാൻ കഴിയില്ല. ഒരു ഫീൽഡിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ CH ഒരു P ഫോർമാറ്റ് ആയിരിക്കും. അഥവാ p⁻n ആണെങ്കിൽ അതിന്റെ CH P ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. മാത്രമല്ല അവർ പറഞ്ഞിട്ടുണ്ട്, E എന്നുള്ള ഫീൽഡ് p⁻n എലമെന്റ്സ് ഉണ്ട് കണ്ടെയ്ൻഡ് ഇൻ ആൾജിബ്രായിക് ക്ലോഷർ ഓഫ് ZP ക്ലോഷർ. ഓക്കെ, E എന്നുള്ളത് ZP ക്ലോഷറിന്റെ ഉള്ളിലാണ് ഉള്ളത്. മാത്രമല്ല ഇന്റെ CH P ആയതുകൊണ്ട് ഇന്റെ ഉള്ളിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടാവും ഐസോമോർഫിക് ടു ZP ആയിട്ട്. അപ്പോൾ ZP ലെസ് ദാൻ ഓർ ഈക്വൽ ടു E ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZP ക്ലോഷർ എന്ന് കിട്ടുപ്പെടുന്നത്. പക്ഷെ ഇത് നമുക്ക് പ്രൂഫിന് ആവശ്യമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രൂഫ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ E എന്നുള്ള ഫീൽഡിൽ p⁻n എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇയിൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് ഓപ്പറേഷൻ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ E സ്റ്റാർ എടുക്കാൻ പോവുകയാണ്. E സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആരാ? E മൈനസ് സെറ്റ് 0. ഇയിൽ നിന്ന് 0നെ മാത്രം ഒഴിവാക്കി കിട്ടുന്ന സെറ്റാണ് E സ്റ്റാർ. നമുക്കറിയാം F എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ F പ്ലസ് ഡോട്ട് ആണ് ആ ഫീൽഡ് എങ്കിൽ F സ്റ്റാർ എന്നാൽ F-0 ആണെങ്കിൽ F സ്റ്റാർ അണ്ടർ ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എഫ് സ്റ്റാർ ഡോട്ട് ഒരു ഗ്രൂപ്പാണ്. അതുപോലെ E എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. E 0 ഒഴിവാക്കിയാൽ E സ്റ്റാർ കിട്ടും. അങ്ങനെയെങ്കിൽ E സ്റ്റാർ ഡോട്ട് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്. ശരിയല്ലേ? വീണ്ടും അപ്പോ E സ്റ്റാറിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? E സ്റ്റാർ കണ്ടെയ്ൻസ് p⁻n മൈനസ് 1 എലമെന്റ്സ് ഉണ്ട്. കാരണം ഇയിൽ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? ഇയിൽ മൊത്തം p⁻n എലമെന്റ്സ് ഉണ്ടായിരുന്നു. E സ്റ്റാറിൽ 0 ഒഴിവാക്കി, അഥവാ ഒരു എലമെന്റ് ഒഴിവാക്കി. therefore p⁻n മൈനസ് 1 എലമെന്റ്സ് ഉണ്ട്. ഇനി ആൽഫ ബിലോങ്സ് ടു E സ്റ്റാർ എന്നെടുത്തു. ആൽഫ ബിലോങ്സ് ടു E സ്റ്റാർ. അപ്പൊ ആൽഫക്ക് എന്ത് പോസിബിലിറ്റി ഇല്ല? E സ്റ്റാർ നടത്തിക്കുന്ന ഒരിക്കലും ആൽഫ എന്താവില്ല? 0 ആവില്ല. ആൽഫ ബിലോങ്സ് ടു E സ്റ്റാർ എന്നെടുത്തു. നമുക്കറിയാം E സ്റ്റാർ എന്നുള്ളത് ഒരു ഗ്രൂപ്പാണ്. ആൽഫ എന്നുള്ളത് ഒരു എലമെന്റ് ആണ്. ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. വാട്ട് ഇസ് ഓർഡർ ഓഫ് ആൽഫ? നമുക്കറിയില്ല. ഓർഡർ ഓഫ് ആൽഫ എന്ന് എഴുതി വെക്കാം. ഡിവൈഡ്സ് ഓർഡർ ഓഫ് E സ്റ്റാർ എന്നാൽ p⁻n മൈനസ് 1. ശരിയല്ലേ? ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. Z8 എന്നുള്ള ഒരു ഫീൽഡ് എടുക്കാം. Z8 അണ്ടർ അഡീഷൻ എടുക്കാൻ പോണത്. ഇവിടെ എടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്. Z8 എന്നുള്ള ഒരു ഫീൽഡ് എടുത്തു. സോറി, ഒരു ഫീൽഡ് അല്ല, ഒരു ഗ്രൂപ്പ് എടുത്തു. ഈ ഗ്രൂപ്പിൽ 4ന്റെ ഓർഡർ വേണ്ട, 2ന്റെ ഓർഡർ എന്താ? ഓർഡർ ഓഫ് 2. ഓർഡർ ഓഫ് 2 എന്നാൽ നമുക്കറിയാം അത് 4 ആണ്. ശരിയല്ലേ? എങ്ങനെ 4 കിട്ടി? 2⁴ എന്നാൽ 2 + 2 + 2 + 2 ഈക്വൽ ടു 8. 8 എന്ന് പറഞ്ഞാൽ Z8ൽ 0 ആണ്. അഥവാ ഇവിടെ അഡീഷൻ ആണ്. ഓർഡർ ഓഫ് 2⁴ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 അല്ല. കാരണം ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 8 ആണ് കേട്ടോ. 2⁴ എന്ന് പറഞ്ഞാൽ 2 + 2 + 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 എന്ന് പറഞ്ഞാൽ Z8ന്റെ 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ഓർഡർ ഓഫ് 2 4 ആണ്. നമുക്കറിയാം എന്താ 2⁸. ഓർഡർ ഓഫ് 2 എന്താ ചായിക്കോട്ടെ, Z8ൽ 8 എലമെന്റ്സ് ആണെങ്കിൽ 2⁸ ഓട്ടോമാറ്റിക്കലി അത് അതിന്റെ 0 ആയിരിക്കും. 2⁸ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 2 + 2 + 2 + 2 + 2 + 2 1 2 3 4 5 6 7 8 ഈക്വൽ ടു 16. 16 എന്ന് പറഞ്ഞാൽ Z8. Z8ൽ 8ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് എന്താ മനസ്സിലായത്? ഓർഡർ ഓഫ് 2 4 ആണ്.
എന്താ ചെയ്യിക്കോട്ടെ. പക്ഷേ ആ 2 റൈസ് ടു ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 8 അല്ലേ? 8 ചെയ്താൽ ഇവിടെ കിട്ടുന്ന ആൻസർ ഐഡന്റിറ്റി ഇല്ലേ? അതേ ഐഡന്റിറ്റി നിങ്ങൾക്ക് കിട്ടും, 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ഇ സ്റ്റാർ ആണ്. ആൽഫന്റെ ഓർഡർ പി റൈസ് ടു എൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമല്ല. ഇനി സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇ സ്റ്റാറിന്റെ ഓർഡർ പി റൈസ് ടു എൻ എലമെന്റ്സ് ആണുള്ളതെങ്കിൽ ആൽഫ ബിലോങ്സ് ടു ഇ സ്റ്റാർ എന്നെടുത്താൽ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ -1 ഉറപ്പായിട്ടും അതിന്റെ ഐഡന്റിറ്റി ആവണം. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ് ഇ സ്റ്റാർ. ഇ സ്റ്റാർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടുത്തെ ഐഡന്റിറ്റി 1 ആയിരിക്കും. Therefore, alpha raised to p raised to n -1 equal to 1 എന്ന് എഴുതി വെക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താലും ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ് പി റൈസ് ടു എൻ ഇംപ്ലൈസ് ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെ ഇംപ്ലൈസ് ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ -1 ഈക്വൽ ടു 1. ഇങ്ങനെ പറഞ്ഞാലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൽഫ ബിലോങ്സ് ടു ഇ സ്റ്റാർ, ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ഇ സ്റ്റാർ, ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ് പി റൈസ് ടു എൻ -1. Therefore, ആൽഫ റൈസ് ടു ഈ ആൽഫന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിവൈസർ ആണ്. Therefore, ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ -1 ഉറപ്പായിട്ടും 1 ആവണം. അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം ഒഴിവാക്കിയിട്ട് ഇത് മാത്രം പറഞ്ഞാലും കറക്റ്റ് പ്രൂഫ് ആണ് ഈ ഭാഗത്ത്. Therefore, ഇത്ര മാത്രം മതി നമുക്ക്. Any belongs to alpha belongs to E star, alpha raised to P raised to n -1 equal to 1. ശരിയല്ലേ? Therefore, multiplying both side by alpha. അപ്പോൾ എന്താ കിട്ടുക? ആൽഫ ഇൻറ്റു ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ -1 ഈക്വൽ ടു ആൽഫ, അഥവാ ഇത് ആൽഫ റൈസ് ടു 1, ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ -1. Therefore, we get alpha raised to p raised to n -1 plus 1 equal to alpha. Therefore, alpha raised to p raised to n equal to alpha. Therefore, alpha raised to p raised to n minus alpha equal to 0. Therefore, alpha is a 0 of x raised to p raised to n minus x. Alpha is a 0 of x raised to p raised to n minus x. അവിടെ മനസ്സിലാകേണ്ടത് ആൽഫ ബിലോങ്സ് ടു ഇ സ്റ്റാർ ആണെങ്കിൽ ഈ ആൽഫ എന്നുള്ളത് ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് ആയിരിക്കും. എനി ആൽഫ ബിലോങ്സ് ടു ഇ സ്റ്റാർ ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ്. പക്ഷെ ഈ സ്റ്റാറിൽ ആരൊക്കെയുള്ളത്? ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ -0 അല്ലേ? അപ്പൊ 0ന്റെ കാര്യം ഇവിടെ മിണ്ടിയിട്ടില്ല. ഈ സ്റ്റാർത്തെ എലമെന്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ആൽഫ 0 ആണെന്ന് വിചാരിക്ക്. ആൽഫ 0 ആണെങ്കിൽ ആൽഫ ഉറപ്പായിട്ടും ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് അല്ലേ? കാരണം ആൽഫ 0 ആണെങ്കിൽ ഇവിടെ 0 വെച്ച് നോക്ക്, 0 - 0 0 ആവൂലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore, every element of E is a 0 of x raised to p raised to n minus x എന്ന് എഴുതിക്കൂടെ? എവരി എലമെന്റ് ഓഫ്, ആദ്യം ഇ സ്റ്റാറിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഈത്തെ എലമെന്റിനെ 0നെ പറ്റിയും പറഞ്ഞു. Therefore, ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതി വെക്കാം? എവരി എലമെന്റ് ഓഫ് ഇ ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? അഥവാ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഇയില് മൊത്തം പി റൈസ് ടു എൻ എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ പി റൈസ് ടു എൻ എലമെന്റ്സ് എല്ലാം എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന്റെ സീറോസ് ആണ്. പക്ഷേ ഈ എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എക്സ് റൈസ് ടു പി റൈസ് ഓഫ് ഡിഗ്രി പി റൈസ് ടു എൻ ആണ്. ഈ പോളിനോമിയൽ ഡിഗ്രി പി റൈസ് ടു എൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് ഉണ്ടാവും? അറ്റ്മോസ്റ്റ് പി റൈസ് ടു എൻ സീറോസ് ഉണ്ടാവും. ഈ പോളിനോമിയലിന് ആകെ ഉണ്ടാവുക പി റൈസ് ടു എൻ സീറോസ് ആണ്. ഈ ഇയിൽ പി റൈസ് ടു എൻ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ഒക്കെ ഇതിന് സീറോസ് ആണ്. അഥവാ ഈത്തെ എലമെന്റ്സ് എല്ലാം എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന് സീറോസ് ആണ്. മാത്രമല്ല എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന് സീറോസ് എന്ന് പറഞ്ഞാൽ ഈത്തെ മെമ്പറുമാണ്. ഓക്കെ, എവരി എലമെന്റ് ഓഫ് ഇ ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ്. അഥവാ ഈത്തെ ഏത് മെമ്പർ എടുത്താലും അത് ഇതിന്റെ സീറോസ് ആണ്. ഇതിനാകെ എത്ര സീറോസ് ഉണ്ടാവുക? പി റൈസ് ടു എൻ സീറോസ്. അതൊക്കെ ഇവിടെ ഉണ്ടേനും. Therefore, ഇതിന്റെ സീറോസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എലമെന്റ്സ് ഒക്കെ അതിന്റെ സീറോസ് ആണ്. നെക്സ്റ്റ് ലെമ്മ.
lemma. F is a finite field of CHP, then x raised to p raised to n minus x has p raised to n distinct zeros. F is a finite field of CHP, then x raised to p raised to n minus x has p raised to n distinct zeros. തൊട്ട് മുമ്പ് തിയറല്ലേ? ഈ തിയറത്തിൽ നമ്മൾ പറഞ്ഞ എന്താ? ഈ എന്നുള്ള ഫീൽഡിന്റെ p raised to n എലമെന്റ്സുകളും ഇതിന്റെ സീറോസ് ആണ്. ഇതിന് അറ്റ്മോസ്റ്റ് p raised to n സീറോസ് ഉണ്ട്. ആയതുകൊണ്ട് ഈ എലമെന്റ്സ് എല്ലാം ഇതിന്റെ സീറോസ് ആണ്. ഇതിന്റെ സീറോസ് എല്ലാം ഇതിലെ എലമെന്റുകളാണ്. അവിടെ ഒരു വാചകം പറഞ്ഞിരുന്നു, ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് p raised to n സീറോസ്. ഇനി കാണിക്കാൻ പോണത് അത് അറ്റ്മോസ്റ്റ് അല്ല. അത് തൊട്ടു മുമ്പ് തിയറത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ് അറ്റ്മോസ്റ്റ് എന്ന്. പക്ഷെ അത് അറ്റ്മോസ്റ്റ് അല്ല. എക്സാക്ട്ലി p raised to n സീറോസ് ഉണ്ട്. ഈ ഒരു പോളിനോമിയലിന് എക്സാക്ട്ലി p raised to n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട്. അപ്പോൾ ആ തിയറത്തിന് അത്ര പ്രസക്തി ഉണ്ടോ നോക്കാം. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലായിട്ട് ഞാൻ എക്സ് ക്യൂബ് മൈനസ് 7x² പ്ലസ് 16x മൈനസ് 12 കൊടുത്തു. ഇതിന്റെ സീറോസ് നമുക്കറിയാം. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാലും 0 ആണ്. ഇതിന്റെ സീറോസ് ആരൊക്കെയാ? 2ഉം 3ഉം ആണ്. ഇതിനാകെ രണ്ട് സീറോസേ ഉള്ളൂ, ഒന്ന് 2ഉം ഒന്ന് 3ഉം. പക്ഷേ ഇതിന്റെ ഡിഗ്രി 3 അല്ലേ? അപ്പോൾ ശരിക്കും ഡിഗ്രി 3 വരുമ്പോൾ അറ്റ്മോസ്റ്റ് എത്ര സീറോസ് വരണം? 3 സീറോസ് വരണം. പക്ഷെ 2 സീറോസേ വന്നുള്ളൂ. 3 സീറോ വരാനുള്ള ഒരു പോസിബിലിറ്റി കണ്ടായിരുന്നു. അതെന്തുകൊണ്ട് 2 സീറോയിൽ ഒതുങ്ങിപ്പോയത് അറിയോ? ശരിക്ക് ഈ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അഥവാ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 3 ആണ് യഥാർത്ഥത്തിൽ ഈ പോളിനോമിയൽ. 2 എന്നുള്ളത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 എന്നുള്ളത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 2 ഇവിടെ കാരണം. നോക്കൂ, ഇങ്ങനെ വന്ന കാരണം കൊണ്ടാണ് 2 2 3 രണ്ട് സീറോസ്, ഒന്ന് 2ഉം ഒന്ന് 3ഉം. പക്ഷേ ആ 2 തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2ന്റെ മൾട്ടിപ്ലിസിറ്റി ആണ് നമ്മളിങ്ങനെ പറയാം. 2ന്റെ മൾട്ടിപ്ലിസിറ്റി 2. ഈ 2 എന്ന സീറോന്റെ മൾട്ടിപ്ലിസിറ്റി 2. 3 എന്ന സീറോന്റെ മൾട്ടിപ്ലിസിറ്റി 1. അങ്ങനെ പറയാം. അതല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ ഇതല്ലേ? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലേ? ഇവിടെ 3ന്റെ മൾട്ടിപ്ലിസിറ്റി 1 അല്ലേ? 3 എന്ന സീറോന്റെ മൾട്ടിപ്ലിസിറ്റി 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് അർത്ഥം എന്താ അറിയോ? ഇവിടെ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് 3 ഇൻറ്റു ഇതന്നെ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇത് വളരെ വൃത്തിയാക്കി എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്നൊക്കെ എഴുതാട്ടോ. ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. നമുക്ക് എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് 3 ഇൻറ്റു സംതിങ് എന്നാക്കി മാറ്റാൻ പറ്റും. അതിന്റെ പ്രത്യേകത, ഇതിൽ എഫ് ഓഫ് 3 വെക്കുമ്പോൾ ഇത് 0 ആയി പോവും. ഇനി ഇതിലുണ്ടല്ലോ, ഇതിൽ 3 വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടൂല. നോക്ക്, ഇതിൽ 3 വെച്ച് നോക്ക്. 3 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 2 0 ആവുന്നുണ്ടോ? ആവൂല. അഥവാ ഇവിടെയും 0 ആയിരുന്നുവെങ്കിൽ മൾട്ടിപ്ലിസിറ്റി 1 അല്ല, ഇവിടെ വീണ്ടും 3 ഉണ്ട് എന്ന് അർത്ഥം വരൂലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണെങ്കിൽ അതിന്റെ 3ന്റെ മൾട്ടിപ്ലിസിറ്റി 1 അല്ലേ? അതെങ്ങനെ 1 ആയി? ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ എക്സ് മൈനസ് 1 ഇൻറ്റു, ഇനി ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഇവിടെ എഴുതി, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇങ്ങനെ ആക്കിയാൽ എക്സ് മൈനസ് 3. ഇവിടെ 3 വെക്കുമ്പോൾ 0 ആവും. ഇനി ബാക്കിയുള്ള അതിന് റിമൈൻഡർ ഇല്ലേ? ഇതിൽ 3 വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. ഞാൻ കാണിക്കാൻ പോണത് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന്. അങ്ങനെ നോക്കൂ, എല്ലാ പോളിനോമിയലിന്റെയും മൾട്ടിപ്ലിസിറ്റി ഇവിടെ ഇപ്പോൾ 2 അല്ല, ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 1 ആയിരുന്നുവെങ്കിൽ ഇവിടെ ഡിഗ്രി 3 അല്ലേ? ഈ ഒരു പോളിനോമിയൽ ഡിഗ്രി 3 അല്ലേ? ഇത് ഇവിടെയും 1 ഇവിടെയും 1 ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി 2 അല്ലേ ആവുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഡിഗ്രി 3 ഇല്ലേ? അപ്പൊ അങ്ങനെ 3 ആവണമെങ്കിൽ ഇവിടെ ഒരാളും കൂടി വരൂലേ? ഒരു എക്സ് മൈനസ് 4ഓ ഒരു എക്സ് മൈനസ് 5ഓ വരൂലേ? അതിന്റെ മൾട്ടിപ്ലിസിറ്റിയും 1 ആണെങ്കിൽ 1 1 1 3 0 2 3 5 ശരിയല്ലേ? അങ്ങനെ മൾട്ടിപ്ലിസിറ്റി 1 ആവുമ്പോഴാണ് കൃത്യമായിട്ട് ഡിഗ്രി 3 ആണെങ്കിൽ 3 സീറോസ് ആണ് വരിക. ഇവിടെ മൾട്ടിപ്ലിസിറ്റി 2 2 പ്രാവശ്യം വന്നുകൊണ്ടാണ് ഇതിന്റെ സീറോസിന്റെ എണ്ണം കുറഞ്ഞത്. എല്ലാ മൾട്ടിപ്ലിസിറ്റിയും 1 ആയിരുന്നുവെങ്കിൽ നമുക്ക്
എത്ര ഡിസ്റ്റിങ്, ഇപ്പൊ ഡിഗ്രി 3 ആണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് 0 കിട്ടുമായിരുന്നു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന് പി റൈസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട് എന്നാണ്. അഥവാ ഇതിന്റെ ഓരോ സീറോസിന്റെയും മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ അതിന്റെ പ്രൂഫ് ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. എഴുതി വെച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൂഫ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് ഈ പോളിനോമിയൽ എടുത്തു. അതിനുശേഷം അവിടുന്ന് എക്സ് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ അത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഈ ഒരു ഫോർമാറ്റിലായി. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിന് 0 എന്ന് വെച്ചു കൊടുത്താൽ എഫ് ഓഫ് എക്സ് അത് എഫ് ഓഫ് എക്സിന് 0 അല്ലേ. therefore 0 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി മാത്രമല്ല ഇവിടെ 0 എന്ന് വെച്ചു കൊടുത്താൽ എക്സിന് 0 വെച്ചു കൊടുത്താൽ ഒരിക്കലും ഈ ടേം 0 ആവും ചെയ്യില്ലല്ലോ. therefore 0 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. അഥവാ അതിന് ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും അത് 0 ആവുന്നില്ല. എക്സിന് 1 വെച്ചു കൊടുത്താൽ എക്സിന് 0 വെച്ചു കൊടുത്താൽ അത് 0 ആവുന്നില്ല. ഓക്കെ, അപ്പോൾ 0 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. ഞാൻ ഇതിനെ എച്ച് ഓഫ് എക്സ് ആക്കി എടുത്തു. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1. അപ്പോ നമുക്കൊരു കാര്യം കിട്ടി, ഇവിടെ 0ന്റെ മൾട്ടിപ്ലിസിറ്റി 0 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിനെ പറ്റിയാണ് കേട്ടോ. കാരണം ഇത് തീർന്നല്ലോ. ഇതിന്റെ റൂട്ട് 0 എന്ന് പറയുമ്പോൾ 0 മാത്രമല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ കാര്യമാണ് പഠിക്കാൻ പോണത്. അതിനെ ഞാൻ എച്ച് ഓഫ് എക്സ് ആക്കി എടുത്തു. അപ്പോ ഇനി എച്ച് ഓഫ് എക്സിന്റെ ഒരു 0 ആയിട്ട് ആൽഫ ഞാൻ വിചാരിച്ചു. ലെറ്റ് ആൽഫ ഈസ് എ 0 ഓഫ് എച്ച് ഓഫ് എക്സ്. ഇനി കാണിക്കേണ്ട എന്താ, ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിക്കണം. ഓക്കെ, alpha is a 0 of h of x. We have to show that the multiplicity of alpha is 1. അങ്ങനെയെങ്കിൽ ഈ ആൽഫ 0 ഓഫ് എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് ആൽഫ എച്ച് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആവൂലേ. അങ്ങനെയെങ്കിൽ എച്ച് ഓഫ് എക്സിനെ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് എഴുതി കൂടെ. സം പോളിനോമിയൽ ജി ഓഫ് എക്സ് വേർ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ, എച്ച് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് ആൽഫ. അഥവാ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് ആൽഫ. ഇനി നമ്മൾ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിവിഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1നെ എക്സ് മൈനസ് ആൽഫയെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ആ ഡിവിഷൻ മെത്തേഡിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടും. ഓക്കെ, therefore നമുക്ക് എന്ത് കിട്ടി, ഈ ജി ഓഫ് എക്സ് ഉണ്ടല്ലോ, അഥവാ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ്, ആ ജി ഓഫ് എക്സ് ഇതാണെന്ന് കിട്ടി. അഥവാ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരുന്നു. ആ ജി ഓഫ് എക്സ് ഇതാണെന്ന് കിട്ടി. ആ ജി ഓഫ് എക്സിൽ നീക്ക് എന്താ കാണിക്കേണ്ടത്, ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോ എക്സ് മൈനസ് ആൽഫണ് പുറത്തെടുത്താൽ ഇനി ഇതിൽ ആൽഫന്റെ ടേംസ് ഇല്ല. ആൽഫന്റെ ടേംസ് ഇല്ല മീൻസ് ആൽഫ 0 ആവൂല, ജി ഓഫ് ആൽഫ 0 ആവൂല എന്നാണ് കാണിക്കേണ്ടത്. ആൽഫ ഇവിടെ വെച്ചാൽ 0 ആവുന്നുണ്ട്, പക്ഷെ ആ ആൽഫ ഇവിടെ വെച്ചാൽ 0 ആവുന്നില്ല. ജി ഓഫ് ആൽഫ 0 ആവുന്നില്ല എന്നാണ് കാണിക്കേണ്ടത്. ജി ഓഫ് എക്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ജി ഓഫ് ആൽഫ, എക്സിന് പകരം ആൽഫ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇവിടെ എത്ര ടേംസ് ഉണ്ട് അറിയോ. അപ്പോൾ ആൽഫ വെച്ച് കൊടുക്കുമ്പോൾ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2, ആൽഫ ഇൻറ്റു ആൽഫ, ഇതൊക്കെ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2 അങ്ങനെ ആയി മാറി. ശരിയല്ലേ, ഇവിടെ എൻ മൈനസ് 3 ആണ് കേട്ടോ. അപ്പൊ ആൽഫ ഇൻറ്റു ഇത് പറയുമ്പോൾ ആൽഫ റൈസ് ടു 1 എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ഇങ്ങനെ ആയി മാറി. ഓരോ ടേമും എന്തായി മാറി, ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2 ആയി മാറി. ഇതിൽ എത്ര ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2 ഉണ്ട് അറിയോ. ഇതില് 1, ഓക്കെ എക്സിലെ ടേംസ് മാത്രം നോക്ക്, 1 2 3 അങ്ങനെ പോയി ഇവിടേക്ക് എത്തുമ്പോഴത്തേനും പി റൈസ് ടു എൻ മൈനസ് 2 ടേംസ് ഉണ്ടാവും. ഇത് എക്സ് റൈസ് ടു 1, ഇവിടെ എക്സ് സ്ക്വയർ ടേം, അപ്പോൾ 2 എണ്ണമായി. അങ്ങനെ പോയിട്ട് ഇതാ എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2, അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേനും എത്ര ടേമായി, പി റൈസ് ടു എൻ മൈനസ് 2 ടേമായി. പിന്നെ ഒരു എക്സ്ട്രാ ടേം ഇതും പ്ലസ് 1, മൊത്തം പി റൈസ് ടു എൻ മൈനസ് 1 ടേംസ് ഉണ്ട്. അപ്പൊ ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇതല്ലേ, ഇത് ഒക്കെ ഓരോന്നും സെയിം അല്ലേ. അപ്പൊ പി റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 2 എന്നായി. therefore പി റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇതിലെ ഈ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ തിരിച്ചാലോചിച്ച് നോക്ക്, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ മീൻസ് എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ. അപ്പൊ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1 അതാണ് ഈ ടേം കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം ആൽഫ എന്നാൽ ആരായിരുന്നു. ആൽഫ ഈസ് എ 0 ഓഫ്
ഇതാണ് ആൽഫ. അപ്പൊ എച്ച് ഓഫ് ആൽഫ എന്താവണം? ഈക്വൽ ടു 0 എന്നാവണം, അഥവാ ഇത് ഈക്വൽ ടു 0 ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ആൽഫ ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ ആൽഫ വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ ടു 0 ആവണം. ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആയി. അപ്പൊ അഥവാ ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ആൽഫ റൈസ് ടു ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടു 1 ആയി. ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. അഥവാ ഇത് ഈക്വൽ ടു 1 ആയി. 1 ബൈ ആൽഫ എന്നായി. ഇനി ഇതിനെ ഇങ്ങോട്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ പി റൈസ് ടു എൻ ഇൻറ്റു 1 ബൈ ആൽഫ, പി റൈസ് ടു എൻ ഇൻറ്റു 1 ബൈ ആൽഫ മൈനസ് 1 ഇൻറ്റു 1 ബൈ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആൽഫ. അഥവാ നമുക്കറിയാം ഇതൊക്കെ ഓവർ സെഡ് പി ആണ് ചെയ്യണത്. ഓവർ സെഡ് പി. അവിടെ ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ട് പി എന്നുള്ള ടേം വന്നാൽ ഡിനോമിനേറ്റർ എക്സ് റൈസ് ടു പി വന്നാൽ ഈ മേലെ കൊണ്ടിട്ട് പി 0 ആവില്ല. നേരെ മറിച്ച് താഴത്താണ് പി വരുന്നെങ്കിൽ പി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആയിട്ട് പരിഗണിക്കണം. ഡിഗ്രി പി വന്നാൽ അത് 0 ആയി പരിഗണിക്കരുത്. അപ്പോൾ സെഡ് പി വന്നു. സെഡ് പി മീൻസ് ഈ പി റൈസ് ടു എന്നിൽ പി റൈസ് ടു എൻ മീൻസ് സെഡ് പിയിൽ 0 ആണ്. 0 മൈനസ് 1 ബൈ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആൽഫ. ഈ ആൽഫ ഒരിക്കലും 0 അല്ല. സോറി, ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. എന്താ കാരണം? -1 0 അല്ല, ആൽഫയും 0 അല്ല. എവിടുന്ന ആൽഫ 0 അല്ല എന്ന് കിട്ടിയത്? നോക്കൂ, 0 is a 0 of f of x of multiplicity 1. ഈ പോളിനോമിയലിന്റെ 0 എന്നുള്ള 0 മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഇനി വേറൊരു 0 ആൽഫ എടുത്താൽ ആ ആൽഫ ഒരിക്കലും 0 ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ മൾട്ടിപ്ലിസിറ്റി 0 2 ആയില്ലേ. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ 0 അല്ലാത്ത ഒരു 0 ആണ്. ഈ 0 അല്ലാത്ത ഇതിന്റെ മറ്റൊരു 0 ആണ് ഈ ആൽഫ. Therefore ആൽഫ ഒരിക്കലും 0 അല്ല. Therefore this is not equal to 0. അഥവാ g of alpha not equal to 0. അതിനർത്ഥം ഈ എച്ച് ഓഫ് എക്സിന്റെ ഒരു 0 ആണ് ഈ ആൽഫ, എക്സ് മൈനസ് ആൽഫ. ഇനി ഇതിന്റെ ഉള്ളിൽ ആൽഫ വെച്ചു കൊടുത്താൽ അത് 0 ആവുന്നില്ല. അഥവാ എച്ച് ഓഫ് എക്സിന്റെ ഈ ആൽഫ എന്നുള്ളത് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. Therefore alpha is a 0 of h of x of multiplicity 1. h of x ന് 0 ആണെങ്കിൽ അത് ആര് 0യും ആവണം? f of x ന് 0യും ആവണം. എന്താ കാരണം? f of x എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ h of x. അപ്പൊ x into h of x. h of x ന് 0 ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആര് 0യും ആവണം? f of x ന്റെ 0യും ആവണം. Therefore alpha is a 0 of f of x of multiplicity 1. അഥവാ all f of x has distinct n zeros എന്ന് പറയാം. എന്താ കാരണം? all zeros of f of x is of multiplicity 1. Therefore f of x has n distinct zeros. Next theorem. ആ തിയറത്തിന്റെ പ്രൂഫും എഴുതിയിട്ട് വിശദീകരിച്ചു തരാം. അതുവരെ വെയിറ്റ് ചെയ്യും. തിയറം: ഫോർ എനി പ്രൈം പവർ p റൈസ് ടു n there exists a field of p റൈസ് ടു n elements. ഈ തിയറം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ 2 റൈസ് ടു 3 എന്നുള്ള നമ്പർ കിട്ടിയാൽ 2 റൈസ് ടു 3 എലമെന്റ്സ് ഉള്ള ഒരു ഫീൽഡ് ഈ ലോകത്തിലുണ്ടാവും. നിങ്ങൾക്ക് 8 എലമെന്റ് ഉള്ള ഒരു ഫീൽഡ് ഈ ലോകത്തുണ്ടാവും. 16 എലമെന്റ് ഉള്ള ഫീൽഡ് ഉണ്ടാവുമോ? 16 നമുക്ക് 2 റൈസ് ടു 4 എന്ന് എഴുതിക്കൂടെ? p റൈസ് ടു n എലമെന്റ് ഉള്ള ഏത് ഫീൽഡും ഈ ലോകത്ത് എക്സിസ്റ്റ് ആണ്. എന്നാൽ 25 എലമെന്റ് ഉള്ള ഫീൽഡ് ഈ ലോകത്ത് എക്സിസ്റ്റ് ആണോ? നമുക്കറിയാം 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. ഒരു പ്രൈമിന്റെ പവർ ഫോർമാറ്റ് ആണ്. അങ്ങനെ വന്നാൽ 25 എലമെന്റ് ഉള്ള ഒരു ഫീൽഡ് ലോകത്ത് എക്സിസ്റ്റ് ആണ്. ഓക്കെ, 30 എലമെന്റ് ഉള്ള ഒരു ഫീൽഡ് ലോകത്ത് എക്സിസ്റ്റ് ആണോ? 30 എലമെന്റ് ഉള്ളത് 30 എലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈം നമ്പറിന്റെ പവർ ആക്കി എഴുതാൻ പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ട് അതൊരു ഫീൽഡ് അല്ല എന്നുള്ളത് പറ്റാത്തത് കൊണ്ട് 30 എലമെന്റ് ഉള്ള ഒരു ഫീൽഡ് ഉണ്ടാവില്ല എന്ന് ഇപ്പൊ നിലവിൽ നമുക്ക് പറയാനായിട്ടില്ല. പറയാം, കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്ക് പറയാം. ഇപ്പൊ നിലവിൽ നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, പ്രൂഫ്. ഈ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ്, ഇത്തരം ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ. ഇപ്പൊ ജി എഫ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 എലമെന്റ് ഉള്ള ഫീൽഡ് എന്നർത്ഥം. ഗാൽവ ഫീൽഡ് എന്നാണ് വിളിക്കുക. ഗാൽവ ഫീൽഡ്. ഈ തിയറത്തിന്റെ പ്രൂഫ്: ഫോർ എനി പ്രൈം പവർ p റൈസ് ടു n there exists a field of p റൈസ് ടു n elements. നമ്മൾ തൊട്ട് മുമ്പ് തിയറം
തിയർ അല്ല, ലെമ്മ എന്താ പറയുന്നത്? ഈ ലെമ്മ പറയുന്നത് എഫ് എന്നുള്ള ഒരു ഫീൽഡ് അതിന്റെ CHP ആണ്. എഫ് എന്നുള്ള ഒരു ഫീൽഡ് അതിന്റെ CHP ആണ്. അങ്ങനെയെങ്കിൽ x raised to p raised to n minus x belongs to f of x has distinct n zeros in ZP closure. In ZP closure, x raised to p raised to n minus x എന്നുള്ള പോളിനോമിയലിന് ഡിഫറെന്റ് ആയിട്ടുള്ള n zeros അല്ല, p raised to n zeros ഉണ്ടാവും in ZP closure. തൊട്ട് മുമ്പത്തെ ലെമ്മയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റിൽ? F is a finite field of CHP, then x raised to p raised to n minus x belongs to f of x. ഈ പോളിനോമിയലിനെ has p raised to n distinct zeros in ZP closure ആണ് ട്ടോ. In ZP closure അല്ലെങ്കിൽ F closure. ZP closure or F closure. Distinct zeros in ZP closure. അപ്പോൾ ഇവിടെ ZP എന്നുള്ള ഒരാളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഈ പ്രൂഫിനിടയിൽ ഇത് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞില്ലേ? p raised to n into 1 by alpha ഇത് 0 ആണ്. 0 ആ 0 വരാൻ കാരണം ഈ p raised to n ന്റെ p raised to n ZP ത്തെ മെമ്പർ ആണെന്നല്ലേ പറഞ്ഞു? ZP ത്തെ മെമ്പർ ആവുകൊണ്ടല്ല, CHP ആയതുകൊണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് വേർഡ്. CHP ആണ്. therefore p എന്നുള്ള എലമെന്റ് വരുമ്പോൾ അത് 0 ആയി പോയിക്കോളും. ഇൻ ZP എന്ന് എഴുതണ്ട, CHP എന്ന് എഴുതി വെച്ചാൽ മതി ട്ടോ. ഈ തിയറത്തിലേക്ക് വരാം. തൊട്ട് മുമ്പ് തിയറത്തിൽ പറയുന്നുണ്ട് F is a field of CHP, then x raised to p raised to n minus x has distinct p raised to n zeros ഉണ്ടാവും. ഓക്കെ, അഥവാ ഈ x raised to p raised to n minus x ന്റെ എത്ര സീറോസ് ഉണ്ടാവുന്ന പറഞ്ഞ്? p ഇങ്ങനെ 1 2 3 എണ്ണി പോയാൽ മൊത്തം p raised to n zeros ഉണ്ടാവും. ഈ p raised to n zeros-നൊക്കെ പാടെ ചേർത്ത് ഞാൻ ഒരു സബ്സെറ്റ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെയെങ്കിൽ K be the subset of ZP closure containing all zeros of x raised to p raised to n minus x. K എന്നുള്ളത് ഈ ഒരു സബ്സെറ്റ് ആക്കി എടുത്തു. എനിക്ക് എന്താ കാണിക്കേണ്ടത്? അത് ഒരു സബ് ഫീൽഡ് ആണ് കാണിക്കാൻ വേണ്ടത്. ശരിയല്ലേ? അങ്ങനെ അത് സബ് ഫീൽഡ് ആണ് കാണിച്ചാൽ ഈ സബ് ഫീൽഡിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇതൊക്കെ പാടെ ചേർത്തല്ലേ ഞാൻ K എന്ന് പറഞ്ഞ്. ലെറ്റ് K be the subset of ZP closure containing all zeros. ഇവിടെ എത്ര സീറോസ് ഉണ്ടാവും? നമുക്കറിയാം ഡിസ്റ്റിങ്ക്റ്റ് p raised to n zeros ഉണ്ടാവൂലേ? ഇവിടെ p raised to n zeros ഉണ്ട്. ആ p raised to n zeros-നൊക്കെ പാടെ ചേർത്ത് K എന്ന് വിളിച്ചാൽ ആ Kയിൽ p raised to n എലമെന്റ്സ് ഉണ്ട്. അതൊരു ഫീൽഡ് ആണ് കാണിച്ചാൽ പരിപാടി തീർന്നു. അങ്ങനെയാണെങ്കിൽ p raised to n എലമെന്റ് ഉള്ള ഫീൽഡ് എക്സിസ്റ്റ് ആയി. ഓക്കെ, ഇനി ഇതൊരു ഫീൽഡ് ആണെന്ന് കാണിച്ചാൽ പ്രൂഫായി. ഇത് ഫീൽഡ് ആണെന്ന് കാണിക്കുന്നതിന് പകരം ഇത് K എന്നുള്ളത് ZP ക്ലോഷറിന്റെ സബ് ഫീൽഡ് ആണ് കാണിച്ചാൽ മതി. കാരണം അത് സബ്സെറ്റ് ആണല്ലോ. സബ്സെറ്റ് ആണെങ്കിൽ ഇനി അതൊരു ഫീൽഡ് ആണെന്ന് കാണിക്കാൻ അതൊരു സബ് ഫീൽഡ് ആണെന്ന് മാത്രം കാണിച്ചാൽ മതിയല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ 2 എലമെന്റ് എടുത്തു. സബ് ഫീൽഡ് ആണ് കാണിക്കാൻ പോവാണ്. സബ് ഫീൽഡ് ആണ് കാണിക്കാൻ പോകണമെങ്കിൽ എന്തെങ്ങനെ സബ് ഫീൽഡ് ആണ് കാണിക്കുക? ഒരു ഫീൽഡ് ഒരു F എന്നുള്ളത് സബ് ഫീൽഡ് ആണ് കാണിക്കാൻ, സബ് ഫീൽഡ് ഓഫ് E എന്ന് കാണിക്കാൻ ആൽഫയും ബീറ്റയും F എന്ന് എടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബൈ ബീറ്റ, ഇതൊക്കെ ബിലോങ്സ് ടു എവിടെ ഉണ്ട് കാണിക്കണം? F ഉണ്ട് കാണിക്കണം. 1 ബിലോങ്സ് ടു F ഉണ്ട് കാണിക്കണം. 0 ബിലോങ്സ് ടു F ഉണ്ട് കാണിക്കണം. ഇത്രയും കാണിച്ചാലാണ് എന്താവുള്ളൂ? K ഒരു സബ് ഫീൽഡ് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടി 2 എലമെന്റ് എടുത്തു, ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റയും F എന്ന് എടുത്താൽ എന്താവണമെന്ന് കാണിച്ച്? ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബൈ ബീറ്റ, ആൻഡ് 1 belongs to F and 0 belongs to F. These all elements belongs to F എന്ന് കാണിക്കുമ്പോഴാണ് F എന്താവുള്ളൂ? സബ് ഫീൽഡ് ആവുള്ളൂ ട്ടോ. അത് വായിച്ചാളെ. അങ്ങനെ ആൽഫയും ബീറ്റയും K എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ ബിലോങ്സ് ടു K എന്ന് പറഞ്ഞാൽ K ആരാ? K be the subset of ZP closure containing all zeros of x raised to p raised to n minus x. അഥവാ ആൽഫയും ബീറ്റയും K എന്ന് എടുക്കുമ്പോൾ ആ ആൽഫയും ബീറ്റയും ആരെ സീറോസാ? ഇതിന്റെ സീറോസ് ആണ്. therefore ആൽഫ raised to p raised to n minus ആൽഫ equal to 0 ആവണം. ബീറ്റ raised to p raised to n minus ബീറ്റ equal to 0 ആവണം. അഥവാ ആൽഫ raised to p raised to n is equal to ആൽഫ ആവണം. ബീറ്റ raised to p raised to n is equal to ബീറ്റ ആവണം. ശരിയല്ലേ? ഇനി കാണിക്കേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ Kയിലുണ്ടെന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൽഫ പ്ലസ് ബീറ്റ എപ്പോഴാണ് Kയിലുണ്ടെന്ന് പറയാം? ആൽഫ പ്ലസ് ബീറ്റ ഈസ് എ 0 ഓഫ് x raised to p raised to n minus x ആവുമ്പോഴല്ലേ? അപ്പൊ അതിന് വേണ്ടി ആൽഫ പ്ലസ് ബീറ്റ raised to p raised to n എടുത്തു. ഇത് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് ബി ഹോൾ raised to n മീൻസ് a raised to n
plus nc1 a raised to n minus 1 into b plus nc2 a raised to n minus 2 into b square. അവിടെ n ന്റെ സ്ഥാനത്ത് p raised to n ആണെന്ന് മാത്രം. അതേപോലെ a ന്റെ സ്ഥാനത്ത് ആൽഫയാണെന്നും b ന്റെ സ്ഥാനത്ത് ബീറ്റയാണെന്നും വെച്ചുകൊടുത്തു. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇത് ആൽഫ റൈസ് ടു ബി റൈസ് ടു n. ഇനി ഇതൊക്കെ CHP യിലാണ് സംഭവിക്കുന്നത്. CHP യില് p ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 0 ആണ്. അപ്പൊ ഇത് 0 ആണ്. ഇതിലൊക്കെ p ഉണ്ടാവും, അതൊക്കെ 0 ആയി, ഇതൊക്കെ 0 ആയി, അതൊക്കെ 0 എന്ന് എഴുതി. ബാക്കി ആര് മാത്രം ഉണ്ടാവും? ആൽഫ റൈസ് ടു പി റൈസ് ടു n ആൻഡ് ബീറ്റ റൈസ് ടു പി റൈസ് ടു n. ആൽഫ റൈസ് ടു പി റൈസ് ടു n മീൻസ് ആൽഫ. ബീറ്റ റൈസ് ടു പി റൈസ് ടു n is equal to ബീറ്റ. എന്തുകൊണ്ടാ? ആൽഫ ആൻഡ് ബീറ്റ belongs to k. ആൽഫ റൈസ് ടു ബി റൈസ് ടു n is equal to ആൽഫ. ബീറ്റ റൈസ് ടു പി റൈസ് ടു n is equal to ബീറ്റ. Okay. Therefore, alpha raised to p raised to n plus beta raised to p raised to n is equal to alpha plus beta. Therefore, alpha plus beta whole raised to p raised to n is equal to alpha plus beta. ഈ alpha plus beta ഇടത് ഭാഗത്ത് കൊണ്ടുവന്നാൽ ഇങ്ങനായി. അപ്പോൾ അഥവാ ഇത് ആര് 0 ആണ്? x raised to p raised to n minus x equal to 0 ഫോർമാറ്റ് ആയി. Therefore, alpha plus beta is a 0 of x raised to p raised to n minus x. Therefore, alpha plus beta belongs to k. Similarly, ഇവിടെ പ്ലസ് ഉള്ള ഭാഗത്തൊക്കെ മൈനസ് വെച്ച് കൊടുത്താൽ very obviously we can prove that alpha minus beta is also belongs to k. Now, we will check the alpha into beta. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ബിലോങ്സ് ടു കെ എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി ആൽഫ ഇൻറ്റു ബീറ്റ ഹോൾ റൈസ് ടു പി റൈസ് ടു n എടുത്തു. നമുക്കറിയാം എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ അല്ലേ? അതുപോലെ ആൽഫ റൈസ് ടു പി റൈസ് ടു n ഇൻറ്റു ബീറ്റ റൈസ് ടു പി റൈസ് ടു n. ആൽഫ റൈസ് ടു പി റൈസ് ടു n is equal to ആൽഫയാണ്. കാരണം ആൽഫ ആൻഡ് ബീറ്റ ബിലോങ്സ് ടു കെ എലമെന്റ്സ് ആണ്. അപ്പോൾ ഇത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഈക്വൽ ടു ആൽഫയോ ഇത് ഈക്വൽ ടു ബീറ്റയോ. Therefore, ഇത് is equal to ഇത്. ഇതിന് അടുത്ത ഭാഗത്ത് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. Therefore, alpha into beta is a 0 of x raised to p raised to n minus x. Therefore, alpha into beta belongs to k. Similarly, we can prove that alpha by beta is also a belongs to k. അപ്പോൾ എന്തായി എന്നറിയോ? കെയില് a plus b belongs to k. Alpha plus beta belongs to k ആണ്. Alpha minus beta belongs to k ആണ്. Alpha into beta belongs to k ആണ്. Alpha by beta belongs to k ആണ്. K is closed under addition and multiplication. Now, ഇനി എന്ത് കാണിക്കണം? 0 belongs to k എന്നും 1 belongs to k എന്നും. അത് വെരി ഒബ്വിയസ്ലി ഇവിടെ എഴുതി വെച്ചത് വായിച്ചു തന്നെ മനസ്സിലാവും. 0 belongs to k and 1 belongs to k. Therefore, k is a subfield. ഈ kയിൽ എത്ര ആൾക്കാരുണ്ട്? kത്തെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ x raised to p raised to n minus x ന്റെ സീറോസ് ആയിരുന്നു. ഇതിന് p raised to n distinct zeros ഉണ്ടെന്ന് തൊട്ട് മുമ്പത്തെ ലെമ്മയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. Therefore, ഈ k എന്നുള്ളത് സബ്ഫീൽഡ് ആയി അഥവാ ഒരു ഫീൽഡ് ആയി. ഈ ഫീൽഡിൽ p raised to n എലമെന്റ്സ് ഉണ്ട്. Therefore, there exists a subfield k of p raised to n elements. Theorem: F is any field, F is any finite field, then for any positive integer n, there exists an irreducible polynomial f of x belongs to capital F of x. P of x one എടുക്കാം. There exists and p of x belongs to f of x of degree n, and there is an extension k of f such that degree over f is equal to n. അപ്പോൾ എഫ് എന്നുള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ സി എച്ചും ഫൈനൈറ്റ് ആയിരിക്കും. ആ സി എച്ചിനെ ഞാൻ എന്ത് വിളിച്ചു? പി എന്ന് വിളിച്ചു. ലെറ്റ് പി ബി ദ സി എച്ച്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം എഫ് കണ്ടെയ്ൻ പി റൈസ് ടു ആർ എലമെന്റ്സ്. എന്തുകൊണ്ടാ? നമുക്ക് തിയറം പഠിച്ചിട്ടുണ്ട്. എഫ് എന്നുള്ള ഫീൽഡില് ഈ എഫ് അല്ല കേട്ടോ, വേറൊരു എഫ് എന്നുള്ള ഫീൽഡില് പി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഇ. ഇയില് ഇ ഓവർ എഫ് ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇയില് എത്ര എലമെന്റ്സ് ഉണ്ടാവും? പി റൈസ് ടു n എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ എഫ് എന്നുള്ള ഫീൽഡിന്റെ സി എച്ച് പി ആണ്. അപ്പോൾ എഫ് കണ്ടെയ്ൻ എ സബ് ഫീൽഡ് ഐസമോർഫിക് ടു സെഡ് പി. അങ്ങനെയാണല്ലോ, ഒരു ഫീൽഡിന്റെ സി എച്ച് പി ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടാവും ഐസമോർഫിക് ടു സെഡ് പി. സെഡ് പിയിൽ പി എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എഫ്. എഫ് തന്നെ ഫൈനൈറ്റ് ആയതുകൊണ്ട് എഫ് എന്നുള്ള ഫീൽഡിൽ ഫൈനൈറ്റ് എലമെന്റ്സേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവണം. അതിന് ഡിഗ്രി n ആണെന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ r ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ എഫിൽ എത്ര ആൾക്കാരുണ്ടാവും? p raised to r elements ഉണ്ടാവും. അതുകൊണ്ടാണ് f contain p raised to r elements for some r. ഓക്കെ, നെക്സ്റ്റ് എഫില് p raised to r elements ആണെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു e എന്നുള്ള ഫീൽഡിൽ p raised to n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഈത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ x raised to p raised to minus x equal to ഇതിന്റെ സീറോസ് ആണെന്ന് തിയറം പഠിച്ചിട്ടുണ്ട്. ഇ എന്നുള്ള ഒരു ഫീൽഡ്, ഈ വീഡിയോന്റെ ഏറ്റവും ഫസ്റ്റ്, ഇ എന്നുള്ള ഒരു ഫീൽഡിൽ p raised to n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ p raised to n എലമെന്റ്സും x raised to p raised to n minus x എന്നുള്ള ഈ പോളിനോമിയൽസിന്റെ സീറോസ് ആണ്. Therefore ഇവിടെ p raised to r എലമെന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എനി എലമെന്റ് ഓഫ് f is a zero of x raised to p raised to r minus x എന്ന് പറയാം. ശരിയല്ലേ? അവിടെ നിൽക്കട്ടെ. ഇവിടെ എഫിൽ p raised to r എലമെന്റ്സ് ഉണ്ട്. ഓരോ എലമെന്റും x raised to p raised to r minus x ന്റെ സീറോസ് ആണ്. ലെറ്റ് k is equal to gf of p raised to n. പുതിയൊരു ഫീൽഡ് എടുക്കാൻ പോവുകയാണ്. k എന്ന് വിളിച്ചു. k എന്ന് പറഞ്ഞാൽ gf of p raised to n. നമുക്കറിയാം p raised to ഒരു പ്രൈം നമ്പറിന്റെ പവർ ആയി വരുന്ന രൂപത്തിൽ, nr എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയി കൂട്ടിക്കോ, p raised to nr അല്ലെങ്കിൽ p raised to n അല്ലെങ്കിൽ p raised to r എന്താണെങ്കിലും ഒരു പ്രൈം നമ്പറിന്റെ പവർ ആയി വരുന്ന രൂപത്തിലുള്ള അത്രയും എലമെന്റ്സ് ഉള്ള ഏത് ഫീൽഡും എക്സിസ്റ്റ് ആണ്. gf of p raised to n നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീൽഡ് എക്സിസ്റ്റ് ആണ്. k equal to gf of p raised to nr. നമുക്കറിയാം, ആ തിയറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിലെ ഓരോ എലമെന്റും x raised to p raised to nr ന്റെ സീറോസ് ആണ്. x raised to p raised to nr ന്റെ സീറോസ് ആണ് അതിലെ ഓരോ എലമെന്റ്സും. ഇതൊക്കെ മായ്ച്ചോളയാം വേണ്ടാത്തൊക്കെ. അതിലെ ഈ ഫീൽഡിലെ ആ തിയറത്തിൽ ഇങ്ങനെ ആയിരുന്നു, gf of p raised to n എന്ന് പറഞ്ഞാൽ അതിൽ x raised to p raised to n minus x ന്റെ സീറോസ് ആയിരുന്നു. ഇവിടെ p raised to nr ആയതുകൊണ്ട് x raised to p raised to nr minus x ന്റെ സീറോസ് ആയിരിക്കും kത്തെ ഓരോ മെമ്പറും. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടിയത്. എന്തൊക്കെ അറിയോ? എഫിലെ ആരെടുത്താലും അത് x raised to p raised to r minus x ന്റെ സീറോസ് ആണ്. kത്തെ ആരെടുത്താലും അത് x raised to p raised to nr minus x ലെ സീറോസ് ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ കാണിക്കാൻ പോണത് f less than or equal to e എന്ന് കാണിക്കാൻ പോവാണ്. സോറി, f less than or equal to e അല്ല, f less than or equal to k എന്ന് കാണിക്കാൻ പോവാണ്. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു f. ആൽഫ ബിലോങ്സ് ടു f ആണെങ്കിൽ ആൽഫ ഇതിന്റെ സീറോയാണ്. Therefore alpha raised to pr minus alpha equal to 0. Therefore alpha raised to pr minus equal to alpha. എനിക്ക് എന്താ കാണിക്കേണ്ടത്? ആൽഫ ബിലോങ്സ് ടു എഫ് എന്ന് എടുത്തു. എനിക്ക് ആൽഫ ബിലോങ്സ് ടു കെ എന്ന് കാണിക്കണം. അപ്പോൾ എഫ് ലെസ് ദാൻ ഈക്വൽ ടു കെ ആവുള്ളൂ. അപ്പോൾ ഈ കെത്തെ മെമ്പർ ആവണമെങ്കിൽ ഇതിന്റെ റൂട്ട് ആവണം, ഇതിന്റെ സീറോ ആവണം. Therefore ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആർ എടുത്തു. കണ്ടോ? ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ആൽഫ റൈസ് ടു പി റൈസ് ടു ആർ ഇൻറ്റു പി റൈസ് ടു എൻ മൈനസ് ആർ എന്ന് എഴുതി. ഇതൊക്കെ പവറിലാണ്. നോക്കൂ, പി റൈസ് ടു ആർ ഇൻറ്റു പി റൈസ് ടു എൻ മൈനസ് 1 ആർ എന്ന് പറയുമ്പോൾ ഇത് എൻ ആർ മൈനസ് ആർ ആവും. ഇത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ ആയി. കണ്ടോ? പി റൈസ് ടു ആർ ഇൻറ്റു പി റൈസ് ടു എൻ മൈനസ് 1 ആർ എന്ന് പറയുമ്പോൾ അത് പി ഇങ്ങനെ ഈ ഫോർമാറ്റിലാവും. കാണിച്ച വൃത്തിയിൽ കാണിക്കാം. പി റൈസ് ടു ആർ ഇൻറ്റു പി റൈസ് ടു എൻ മൈനസ് 1 ആർ, അത് പി റൈസ് ടു ആർ പ്ലസ് എൻ മൈനസ് 1 ആർ എന്നാവും. അത് പി റൈസ് ടു ആർ പ്ലസ് എൻ ആർ മൈനസ് ആർ ആവും. അത് പി റൈസ് ടു എൻ ആർ ആവും. അപ്പോൾ പി റൈസ് ടു എൻ ആറിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി കൂടെ, ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആറിനെ. ഇനി നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ നോക്കൂ, ആൽഫ റൈസ് ടു എ ഇൻറ്റു എം ഇൻറ്റു എൻ ഫോർമാറ്റാണ്. അപ്പോൾ ആൽഫ റൈസ് ടു എം ഹോൾ റൈസ് ടു എന്ന് എഴുതി കൂടെ, അതാണ് ഇവിടെ എഴുതിക്കുന്നത് കേട്ടോ. മാത്രമല്ല നമുക്കറിയാം ആൽഫ റൈസ് ടു പി ആർ എന്ന് പറഞ്ഞാൽ ആൽഫ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിന് ആൽഫ എന്ന് കൊടുത്തു. അപ്പോൾ എന്തായിട്ട് മാറി? ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 ആർ എന്നായി. ആ ഒരു സ്റ്റെപ്പാണ് താഴെ എഴുതിയിട്ടുള്ളത്. ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 ആർ. അതിപ്പോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആറിനെ നമുക്ക് ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് 1 ആർ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്നിന്ന് 1 കുറച്ചു എൻ മൈനസ് 1 ആർ. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇത് സിമിലർലി കേട്ടോ,
സിമിലർലി നമുക്ക് ഇതിനെ ഒന്നും കൂടിയും കുറച്ച് n-2 r എന്നായിക്കൂടെ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടിയും കുറച്ച് ഇതിനെ ആൽഫ റൈസ് ടു പി റൈസ് ടു n-3 r എന്നായിക്കൂടെ. അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എന്നിന്ന് ഇങ്ങനെ ഓരോ നമ്പർ കുറച്ച് 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 ഇത് n-2 ആയി n-3 ആയി. ഇത് n ഒരു 10 ആണെന്ന് കരുതിക്കോ. ഇത് 8 ആയി 7 ആയി 6 ആയി അങ്ങനെ അത് 1 ആയി 1 r എന്നായി. എന്താ ആൽഫ റൈസ് ടു പി റൈസ് ടു ആർ? നമുക്കറിയാം ആൽഫ റൈസ് ടു പി റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫയാണ്. therefore this is equal to ആൽഫ എന്നായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ എന്താ അറിയോ? ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആർ is equal to ആൽഫ. therefore ആൽഫ റൈസ് ടു പി റൈസ് ടു എൻ ആർ മൈനസ് ആൽഫ ഈക്വൽ ടു 0. കണ്ടോ? therefore alpha is a 0 of x raised to p raised to n r minus x. therefore alpha belongs to k. therefore for any alpha belongs to f implies alpha belongs to k. therefore f less than or equal to k. അപ്പോൾ അവസാനം കിട്ടിയ എന്തൊക്കെയാ പറഞ്ഞുതരാം. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ എന്താ ചോദിച്ചാൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. മോഡ് എഫ് ഇസ് ഈക്വൽ ടു പി റൈസ് ടു ആർ ആണ്. മോഡ് കെ അഥവാ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ കെ എന്ന് പറഞ്ഞാൽ പി റൈസ് ടു എൻ ആർ ആണ്, അഥവാ പി റൈസ് ടു ആർ ഹോൾ റൈസ് ടു എൻ. നമുക്കറിയാം എഫ് എന്നുള്ള ഫീൽഡില് ഇവിടെ പി എടുത്തല്ലോ, ഇനി ക്യൂ എടുക്കാം നമുക്ക് കേട്ടോ. ക്യൂ എലമെന്റ്സ് എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇ. അതിന് ഡയമെൻഷൻ എൻ ആണെങ്കിൽ ഇതിൽ ക്യൂ റൈസ് ടു എൻ എലമെന്റ്സ് അല്ലേ ഉണ്ടാവുക. അതുപോലെ ആലോചിച്ച് നോക്ക്, ഇത് ക്യൂ ആയി എടുത്തു, ഇതിൽ ക്യൂ റൈസ് ടു എൻ എലമെന്റ്സ് ഏതില് കെയില്. ഇത് എഫില് ക്യൂ എലമെന്റ്സ്, കെയില് ക്യൂ റൈസ് ടു എൻ എലമെന്റ്സ്. അങ്ങനെ ആകുമ്പോൾ അതിന് ഡയമെൻഷൻ എൻ ആവണ്ടേ. therefore k over f ന്റെ ഡയമെൻഷൻ n എന്ന് കിട്ടി. ഓക്കെ, k over f ന്റെ ഡയമെൻഷൻ n ആണ്. ഇനി മാത്രല്ല k എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് അല്ലേ. ഇതാ കെയിൽ ഇത്ര ആൾക്കാരേ ഉള്ളൂ. k is a finite extension അല്ലേ. k over f ഫൈനൈറ്റ് അല്ലേ ഡയമെൻഷൻ. k is a finite extension of this finite field f. therefore നമുക്കറിയാം ഒരു തിയറത്തിലുണ്ട് k is ആ തിയറം പഠിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. k is a simple extension. Finite extension of a finite field is a simple extension. therefore k is a simple extension. k simple extension ആണെങ്കിൽ k നെ നമുക്ക് f of beta എന്ന് എഴുതി കൂടെ. therefore k equal to f of beta for some beta. അങ്ങനെയെങ്കിൽ k equal to f of beta ആണെങ്കിൽ k over f is equal to degree of beta over f അല്ലേ. ഓക്കെ, എന്താ ഡിഗ്രി ഓഫ് ബീറ്റ ഓവർ എഫ്? ബീറ്റന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി. ഓക്കെ, ആ ബീറ്റക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട് എന്ന് അർത്ഥം വന്നില്ലേ. therefore there exists an irreducible polynomial p of x നോ f of x നോ കൊടുക്കാം. f of x belongs to f of x. അതിന് ഡിഗ്രി എന്താ? there exists an irreducible polynomial f of x belongs to f of x. ഇതിന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ വാചകത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. k ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ എന്ന് എഴുതാം. അപ്പൊ k ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ബീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ബീറ്റ? ബീറ്റന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി. അപ്പോൾ there exists an irreducible polynomial f of x such that f of beta equal to 0 ആവണം. നിൽക്കട്ടെ, ഈ f of x ന്റെ ഡിഗ്രി എന്താ? ഡിഗ്രി ഓഫ് f of x ഈക്വൽ ടു n ആയി. ഈ തിയറത്തിന് ആവശ്യമായിട്ടുള്ള ഓരോന്നുമായിട്ടുണ്ട്. ആ തിയറം നോക്കൂ. എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ, n ഒരു പറഞ്ഞ ഒരു ഇന്റിജർ ആണെങ്കിൽ there exists an irreducible polynomial f of x belongs to f of x of degree n and there exists an extension k of f such that k over f is equal to n. എല്ലാം ആയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഫീൽഡിന്റെ സി എച്ച് പി ആണെങ്കിൽ ആ ഫീൽഡില് പി റൈസ് ടു ആർ എലമെന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ പി റൈസ് ടു എൻ എലമെന്റ്സ് ഉണ്ടാവുക. തിരിച്ച് ഒരു ഫീൽഡിൽ പി റൈസ് ടു എൻ എലമെന്റ്സ് ആണുള്ളതെങ്കിൽ ആ ഫീൽഡിന്റെ സി എച്ച് പി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി എഫ് ഓഫ് പി റൈസ് ടു എന്നിൽ പി റൈസ് ടു എൻ എലമെന്റ്സ് അല്ലേ ഉണ്ടാവുക. ഒരു ഫീൽഡിൽ പി റൈസ് ടു എൻ എലമെന്റ് ആണെങ്കിൽ അതിന്റെ സി എച്ച് പി ആയിരിക്കില്ലേ. അതിന് സി എച്ച് പി ആണെങ്കിൽ അതിന് സബ് ഫീൽഡ് ഉണ്ടാവില്ലേ ഐസമോർഫിക് ടു സെഡ് പി. അപ്പൊ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ജി എഫ് ഓഫ് പി റൈസ് ടു എൻ കണ്ടെയ്ൻ എ സബ് ഫീൽഡ് ഐസമോർഫിക് ടു സെഡ് പി. അപ്പൊ വന്നാൽ ആ ചോദ്യം വന്നാൽ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ചെയ്യാൻ.
ഇനി നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ തിയറത്തിന്റെയും ഒരു ആകെ തുക, ഒരു കൺക്ലൂഷൻ പറയാൻ പോവാണ് കേട്ടോ. ഒന്നാമത് പഠിച്ച എന്താ അറിയോ? ഇ എന്നുള്ളത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ആണെങ്കിൽ, എഫ് എന്നുള്ള ഒരു ഫീൽഡ്, മാത്രമല്ല ഇ എന്നുള്ളത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ. ഈ എഫില് p എലമെന്റ്സ് ഉണ്ട്. ഇ ഓവർ എഫ് ഇസ് ഈക്വൽ ടു n ആണ്, ഡയമെൻഷൻ n ആണ്. അങ്ങനെയെങ്കിൽ ഇയില് എത്ര ആൾക്കാരുണ്ടാവും? p റൈസ് ടു n എലമെന്റ്സ് ഉണ്ടാവും. ഇത് q ആയിരുന്നു തിയറത്തിൽ, q n എടുക്കാം. q റൈസ് ടു n എലമെന്റ്സ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ തിയറം പറഞ്ഞത്. അഥവാ ഒരു എഫ് പറഞ്ഞ ഒരു ഫീൽഡ്, ആ ഫീൽഡിന്റെ എക്സ്റ്റൻഷനിൽ, ഫീൽഡിൽ q ആൾക്കാരാണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷനിൽ q റൈസ് ടു n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത് പഠിച്ചത്, ഒരു ഫീൽഡ് എഫ്, ആ ഫീൽഡിന്റെ CH p ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഫീൽഡിൽ p റൈസ് ടു n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക ഫോർ സം n. ഒരു ഫീൽഡിന്റെ CH p എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇപ്പോൾ ZP ന്റെ CH p ആണ്, അവിടെ p റൈസ് ടു 1 p എലമെന്റ്സ് ആണുള്ളത്. ഒരു ഫീൽഡിന്റെ CH p ആണെങ്കിൽ അതിൽ p റൈസ് ടു n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തത്, ഒരു ഫീൽഡിൽ p റൈസ് ടു n എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഫീൽഡിൽ p റൈസ് ടു n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഈ എഫത്തെ ഓരോ എലമെന്റ് ആൽഫ ബിലോങ്സ് ടു എഫും എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന്റെ സീറോസ് ആണ്. എഫില് പി റൈസ് ടു എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിൽ ഓരോ എലമെന്റും ഈ ഒരു പോളിനോമിയൽസിന്റെ സീറോ ആയിരിക്കും. നാലാമത്തത്, എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന പോളിനോമിയലിന് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഈ ഒരു പോളിനോമിയലിന് പി റൈസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടാവും. പി റൈസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടാവും. ഈ സീറോസ് ഒക്കെ പാടെ കൂടി ചേർന്നാൽ അതൊരു ഫീൽഡ് ആയിരിക്കും. ഫീൽഡ്, ആ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ. എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന്റെ അതിന് പി റൈസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടാവും. ആ ഇതൊക്കെ സീറോസ് ഒക്കെ പാടെ കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ. അതിൽ പി റൈസ് ടു എൻ എലമെന്റ്സ് ഉണ്ടാവും, അതൊരു ഫീൽഡ് ആയിരിക്കും. പിന്നെ പറഞ്ഞത്, നിങ്ങൾ ഏതൊരു പ്രൈം പവർ എടുത്താലും, പി സ്ക്വയറോ പി ക്യൂബോ പി റൈസ് ടു എൻ എടുത്താലും നിങ്ങൾക്ക് ഒരു ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും, ജി എഫ് ഓഫ് പി റൈസ് ടു എൻ. അഥവാ അതിലെ സീറോസ് ഒക്കെ ആരെന്നെ ഇതന്നെ, ഈ രണ്ട് തിയറം ഒന്ന് തന്നെ, 4ഉം 5ഉം. നെക്സ്റ്റ് ആറാമത്തെ, എഫ് എന്നുള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ്, അതിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആവണേ, ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് നമ്പർ വിചാരിച്ചാലും, ഇപ്പോൾ n ആയിട്ട് 4ഓ 5ഓ 6 എന്ത് വിചാരിച്ചാലും നിങ്ങൾക്കൊരു എക്സ്റ്റൻഷൻ കിട്ടും, k എന്ന് പറഞ്ഞിട്ട്, k ഓവർ എഫ് ഇസ് ഈക്വൽ ടു n ആവും. ഇപ്പം നിങ്ങൾ 3 എടുത്താൽ നിങ്ങൾക്ക് ഡയമെൻഷൻ 3 ഉള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടും, 4 എടുത്താൽ ഡയമെൻഷൻ 4 ഉള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ഓക്കെ. മാത്രമല്ല, ഇപ്പോൾ ഒരു ഫീൽഡ് എടുത്തു, ആ അതിന്റെ ഒരു നമ്പർ എന്നും കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് കിട്ടും, ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. അതിന് ഡിഗ്രി എന്നും ആയിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്.